ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐഫോണിൽ നമുക്ക് ചില ആപ്ലിക്കേഷനിലേക്ക് മാത്രമുള്ള ഇൻ്റർനെറ്റ് എല്ലാം തന്നെ എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുക, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയും അതുപോലെ വൈഫൈയും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ ഈ ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കാത്തവർ തീർച്ചയായും ഈ ഒരു കാര്യമെല്ലാം അറിഞ്ഞിരിക്കുക. ഇതിനായി ഞാൻ ആദ്യം തന്നെ എൻ്റെ ഐഫോണിൻ്റെ സെറ്റിങ്സിൽ പോകുന്നുണ്ട്. ഇത്തരത്തിൽ സെറ്റിങ്സിൽ പോയതിനു ശേഷം ഇവിടെ മൊബൈൽ സർവീസ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ ഡാറ്റ എല്ലാം തന്നെ ഓൺ ചെയ്തിരിക്കുന്നതെല്ലാം കാണാം. ഇതിന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനും അതുപോലെ ഈ ഒരു മൊബൈൽ ഡാറ്റയെല്ലാം ഓൺ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിന് നേരെ ഈ ഒരു മൊബൈൽ ഡാറ്റ എല്ലാം ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള നെറ്റ് മാത്രമായി ഇവിടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തൊന്നും നെറ്റൊന്നും കണക്റ്റ് ആകില്ല. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തത് മൊബൈൽ ഡാറ്റയുടെ കാര്യമാണ്. ഇനി നമുക്ക് വൈഫൈ ത്രൂ ഇതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഇത് ഓൺ ആകേണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം ഷോർട്ട് കട്ട് എന്ന ആപ്ലിക്കേഷനിലാണ് പോകേണ്ടത്. ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം ഈ ഷോർട്ട് കട്ട് എന്നത് സെലക്ട് ചെയ്യുക. ഇത്തരത്തിൽ ഈ ഒരു ഷോർട്ട് കട്ട് എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇതിനായി ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ലൈബ്രറി എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് പ്ലസ് ഐക്കൺ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സെറ്റ് വൈഫൈ എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ടേൺ ഓൺ എന്നാണ് വന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് ബാക്ക് ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റ് വൈഫൈ എന്ന് ഒരിക്കൽ കൂടി നമ്മൾ സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഈ വൈഫൈ ഓൺ എന്നാണ് നേരത്തെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇനി രണ്ടാമതായി നമ്മൾ ഓഫ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് ബാക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റ് വൈഫൈ ഓഫ് ഇതിൻ്റെ പേരെല്ലാം നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ സെറ്റ് വൈഫൈ ഓഫ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇവിടെ പോകേണ്ടത് ഓട്ടോമേഷൻ എന്ന ടൂളിലാണ്. അതിനുശേഷം ന്യൂ ഓട്ടോമേഷൻ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നമുക്കിവിടെ സെർച്ച് എന്ന ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ആപ്പ് എന്നതാണ്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇനി നമുക്കിവിടെ ചൂസ് എന്നതിൽ പോയതിന് ശേഷം ഏതെല്ലാം ആപ്ലിക്കേഷനിലേക്കാണ് വൈഫൈ ഒന്നും വേണ്ടാത്തത് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം റൺ ഇമ്മീഡിയറ്റ്ലി എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഇനി നമ്മൾ ഇവിടെ സെറ്റ് വൈഫൈ ഓഫ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വെൻ ഇൻസ്റ്റാഗ്രാം ഈസ് ഓപ്പൺഡ് സെറ്റ് വൈഫൈ ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം വീണ്ടും ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് ഈസ് ഓപ്പൺഡ് എന്നാണ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ ഇത് ഈസ് ക്ലോസ്ഡ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം റൺ ഇമ്മീഡിയറ്റ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷനാണ്. അതായത് വൈഫൈ ഓഫ് അല്ല, വൈഫൈ ഓൺ എന്ന് റീനെയിം ചെയ്ത് നമുക്കത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ റീനെയിം ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഓട്ടോമേഷൻ പ്രകാരം പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ വൈഫൈ ഓഫ് ആകും. അതുപോലെ ഇൻസ്റ്റാഗ്രാം ക്ലോസ് ചെയ്യുമ്പോൾ ഈ വൈഫൈ ഓൺ ആവുകയും മറ്റു ആപ്ലിക്കേഷനെല്ലാം തന്നെ വൈഫൈ യൂസ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ വൈഫൈ എല്ലാം തന്നെ ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓൺ ചെയ്യുമ്പോൾ ഇത് വൈഫൈ ഇവിടെ ക്ലോസ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ ഒരു വൈഫൈ എല്ലാം തന്നെ കട്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവിടെ വൈഫൈ കണക്ഷൻ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വരുന്നില്ല. എപ്പോഴാണോ നമ്മൾ ഇൻസ്റ്റാഗ്രാം ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വീണ്ടും വൈഫൈ എല്ലാം വരുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്